Hello, welcome to Learnino. This is Danya. ഇന്ന് പഠിക്കുന്നത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ അതുപോലെ ഹാർവാർഡ് ആർക്കിടെക്ചർ. Okay, first one, Von Neuman architecture. Von Neuman architecture is also known as ISA or Instruction Set Architecture Computer. Okay, Instruction Set Architecture Computer എന്നാണ് Von Neuman architecture അറിയപ്പെട്ടത്. Von Neuman architecture നമ്മൾ പണ്ട് മുതലേ കണ്ട് പഠിച്ച് വന്നിട്ടുള്ള ആ ഒരു മോഡലാണ് 3 ബേസിക് യൂണിറ്റ്സ് ഉള്ള ആ ഒരു ആർക്കിടെക്ചർ. അതായത് എന്തൊക്കെയാണ് യൂണിറ്റ്സ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സ്, നമ്മുടെ CPU, പിന്നെ ഒരു മെയിൻ മെമ്മറി യൂണിറ്റ്, പിന്നെ ഒരു ഇൻപുട്ട് യൂണിറ്റ്, ഒരു ഔട്ട്പുട്ട് യൂണിറ്റ്. ഓക്കെ, അപ്പം അങ്ങനെ 3 ബേസിക് യൂണിറ്റ്സ് ആണ് മൊത്തത്തിൽ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിനുള്ളത്. മെമ്മറി യൂണിറ്റ്, അതുപോലെ ഒരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സർ എന്ന് നമുക്ക് പറയാം, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അടങ്ങിയിട്ടുള്ളൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്. ഓക്കെ, ഫസ്റ്റ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന CPU നമുക്ക് പറയുന്ന പോലെ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അത് ഒരു ഇറ്റ്സ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് യൂസ്ഡ് ഫോർ എക്സിക്യൂട്ടിംഗ് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം. അപ്പം നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിലുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസിനും എക്സിക്യൂട്ട് ചെയ്യുന്നത് CPUയുടെ ഉള്ളിൽ വെച്ച് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇലക്ട്രിക് സർക്യൂട്ടാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ആ CPUയുടെ ഉള്ളിൽ വരുന്ന മേജർ കോമ്പണൻസ് ആണ് കൺട്രോൾ യൂണിറ്റ്, അതുപോലെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. പിന്നെ ഉള്ളത് കുറച്ച് വെറൈറ്റീസ് ഓഫ് രജിസ്റ്റേഴ്സ് ആണ്, അതായത് സ്റ്റോറേജിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് എല്ലാം എക്സിക്യൂഷൻ നടക്കണമെങ്കിൽ അതിനെ നമുക്ക് പല രീതിയിലും സ്റ്റോർ ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് രജിസ്റ്റേഴ്സും കൂടിയിട്ടാണ് ഒരു CPUയുടെ ഉള്ളിലുള്ളത്. കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, അതുപോലെ വെറൈറ്റി ഓഫ് രജിസ്റ്റേഴ്സ്. ഓക്കെ, കൺട്രോൾ യൂണിറ്റ് എന്താണ്? കൺട്രോൾ യൂണിറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ സിഗ്നൽസ്, എല്ലാ കൺട്രോൾ സിഗ്നൽസിനും നമ്മുടെ പ്രോസസ്സർ ഹാൻഡിൽ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റിൽ കൂടിയിട്ടാണ്. ഓക്കെ, അവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫ്ലോ, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസിന് ആവശ്യമായിട്ടുള്ള കോഡിനെ ഫെച്ച് ചെയ്യുക, അതുപോലെ തന്നെ ഡാറ്റ സിസ്റ്റത്തിൽ എങ്ങനെയൊക്കെ മൂവ് ചെയ്യണം എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നത് എല്ലാം കൺട്രോൾ യൂണിറ്റ് ആണ്. ഇറ്റ് ഡയറക്റ്റ് ഓൾ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫ്ലോസ്, അതുപോലെ ഫെച്ചസ് ദ കോഡ് ഫോർ ദ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് കൺട്രോൾസ് ഹൗ ദ ഡേറ്റ മൂവ്സ് അറൌണ്ട് ദ സിസ്റ്റം. ഓക്കെ, അടുത്തത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ്. ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ALU എന്ന് പറയുന്നത് എല്ലാ കാൽക്കുലേഷൻസ്, നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ് എല്ലാം തന്നെ ചെയ്യുന്നത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റിലാണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ, കമ്പാരിസൺ. ALUയിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് മാത്രമല്ല, ലോജിക്കൽ ഓപ്പറേഷൻസും ഇതിനകത്ത് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ബിറ്റ് ഷിഫ്റ്റിംഗ്, അതുപോലെ തന്നെ ലോജിക്കൽ ആൻഡ് ഓർ നോട്ട്സ്, അതെല്ലാം തന്നെ ALUയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ എന്തിനാണ്? പ്രോഗ്രാം അല്ലെങ്കിൽ ഡേറ്റ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ആവശ്യമായിട്ടുള്ളത് മെമ്മറിയിലേക്ക് റീഡ് ചെയ്യാനും, അതുപോലെ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടർ നമുക്ക് പുറത്തേക്ക് പ്രസന്റ് ചെയ്യാനും നമുക്ക് ഇൻപുട്ട് ഡിവൈസിൻ്റെയും ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെയും ആവശ്യമുണ്ട്. ഓക്കെ, അടുത്തത് മെയിൻ മെമ്മറി യൂണിറ്റ്. മെയിൻ മെമ്മറി യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ വരുന്നത് റാമും റോമൊക്കെയാണ്. റാം എന്ന് വെച്ചാൽ റാൻഡം ആക്സസ് മെമ്മറി, അതുപോലെ റോം ആണെങ്കിൽ റീഡ് ഓൺലി മെമ്മറി. അത് കൂടാതെ വരുന്നതാണ് രജിസ്റ്റേഴ്സ്. ഓക്കെ, രജിസ്റ്റേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CPUവിനകത്ത് ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയയാണ് രജിസ്റ്റേഴ്സ്. കാരണം CPUവിൽ പ്രോസസ്സിംഗ് നടക്കുമ്പോൾ, ഇപ്പം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുമ്പം ഒരുപാട് വേരിയബിൾസ് ഒക്കെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് ഹൈ സ്പീഡായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് സ്പേസ് ആണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ രജിസ്റ്റേഴ്സ് റെഫേഴ്സ് ടു ഹൈ സ്പീഡ് സ്റ്റോറേജ് ഏരിയാസ് ഇൻ ദ CPU. ഓക്കെ, അപ്പോൾ ഡേറ്റ പ്രോസസ്ഡ് ബൈ ദ CPU ആർ ഫെച്ച്ഡ് ഫ്രം ദ രജിസ്റ്റേഴ്സ്. നമുക്ക് പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം CPUവിൽ പ്രോസസ്സ് ചെയ്ത ഡേറ്റ എല്ലാം രജിസ്റ്ററിൽ നിന്നാണ് നമ്മൾ ഫെച്ച് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഏതൊക്കെ രജിസ്റ്റർ ആണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൽ വരുന്നത്? ഓക്കെ, ഒന്നാമത്തത് അക്യുമുലേറ്റർ രജിസ്റ്റർ. അക്യുമുലേറ്റർ രജിസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റോർസ് ദ റിസൾട്ട് ഓഫ് കാൽക്കുലേഷൻസ് മെയ്ഡ് ബൈ ALU പെർഫോം ചെയ്തിട്ടുള്ള എല്ലാ കാൽക്കുലേഷൻസിന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? അക്യുമുലേറ്ററിലാണ്. ഓക്കെ, ഇറ്റ് ഹോൾഡ്സ് ദ ഇന്റർമീഡിയറ്റ് ഓഫ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പം അരിത്തമെറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസിൻ്റെ എല്ലാ റിസൾട്ടും, കാൽക്കുലേഷൻസിൻ്റെ എല്ലാ റിസൾട്ടും, അതിൻ്റെ ഇന്റർമീഡിയറ്റ് വാല്യൂസ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്യുന്നത് അക്യുമുലേറ്റർ രജിസ്റ്ററിലാണ്. ഓക്കെ, അത് നമുക്ക് നമ്മളുടെ സിസ്റ്റത്തിൽ ഒരു ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാരണം അവിടെ ഇപ്പോൾ ആ ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് മറ്റെവിടെയെങ്കിലും പെർമനൻറ്റ് സ്റ്റോറേജ് ചെയ്യുന്നത് വരേക്കും
ആ ഒരു സ്റ്റോറേജ് നമുക്ക് ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അക്യുമുലേറ്റർ രജിസ്റ്റർ. ഓക്കെ, അടുത്തതാണ് പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ. പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ഫെച്ച്, ഇപ്പോൾ സി പി യുവിൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ആണ് ഫെച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പ്രോസസ്സ് ചെയ്യാണ്. സോ നമുക്ക് അവിടെ ഓരോ ഇൻസ്ട്രക്ഷനും ഫെച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോഗ്രാം കൗണ്ടർ ആണ് ഏത് ഇൻസ്ട്രക്ഷൻ ആണ് ഇനി അടുത്ത ഫെച്ച് ചെയ്യേണ്ടത്, ഏത് മെമ്മറി ലൊക്കേഷനിലേക്കാണ് അത് ട്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ അനുസരിച്ചിട്ടാണ്. ഓക്കെ, ഇറ്റ് കീപ് ട്രാക്ക് ഓഫ് ദ memory location of the next instruction to be dealt with. Okay, അപ്പം program counter then passes this next address to the memory address register. അപ്പം മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് ഈ പ്രോഗ്രാം കൗണ്ടർ ഈ അടുത്ത ഫെച്ച് ചെയ്യേണ്ട അഡ്രസ്സിനെ പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി അടുത്തത് എന്താ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, MAR. ഓക്കെ, ഇറ്റ് സ്റ്റോർസ് ദ മെമ്മറി ലൊക്കേഷൻ ഓഫ് ദ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് നീഡ് ടു ബി ഫെച്ച്ഡ് ഫ്രം മെമ്മറി ഓർ സ്റ്റോർ ഇൻ ദ മെമ്മറി. ഓക്കെ, അതായത് അടുത്ത ഫെച്ച് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസിന്റെ മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ ആണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. കാരണം അവിടെ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്, ഏത് ഇൻസ്ട്രക്ഷൻ ആണ് അടുത്തത് ഫെച്ച് ചെയ്യേണ്ടത് ആ ഫെച്ച് ചെയ്യുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ. ഇനി മെമ്മറി ഡേറ്റ രജിസ്റ്റർ, MDR ആണ് അടുത്തത്. എന്താണ് മെമ്മറി ഡേറ്റ രജിസ്റ്റർ? ഇറ്റ് സ്റ്റോർസ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ഫ്രം ദ മെമ്മറി or any data that is to be transferred to or stored in the memory. മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തെടുത്ത ഇൻസ്ട്രക്ഷൻസ്, മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തെടുത്ത ഇൻസ്ട്രക്ഷൻസ് അതല്ലെങ്കിൽ ഡേറ്റ, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡേറ്റ, ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി ഡേറ്റ രജിസ്റ്ററിലാണ്. ഓക്കെ, അടുത്തത് കറണ്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, CIR. It stores the most recently fetched instructions while it is waiting to be coded and executed. Okay, അതായത് കോഡ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും റെഡി ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് ഫെച്ച് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഫസ്റ്റ് അല്ല റീസെൻ്റ് ആയിട്ട് ഫെച്ച് ചെയ്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇറ്റ് സ്റ്റോർസ് ദ മോസ്റ്റ് റീസെൻ്റ്ലി ഫെച്ച് ദ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, റീസെൻ്റ് ആയിട്ട് ഫെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്യുന്നതാണ് കറണ്ട് ഇൻസ്ട്രക്ഷൻ. അതായത് ഇപ്പം നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കോഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കോഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസിനെ, റീസെൻ്റ്ലി ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്യുന്നത് കറണ്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണ്. ഓക്കെ, അടുത്തത് ഇൻസ്ട്രക്ഷൻ ബഫർ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ ബഫർ രജിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഈസ് നോട്ട് ടു ബി എക്സിക്യൂട്ടഡ് ഇമ്മീഡിയറ്റ്ലി ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ ബഫർ രജിസ്റ്റർ. നമുക്ക് അത്യാവശ്യമായിട്ട് എക്സിക്യൂഷൻ ചെയ്യേണ്ടാത്ത ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, അത്യാവശ്യമുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് ഫെച്ച് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ പ്രോഗ്രാം കൗണ്ടറിൽ അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ, അതുപോലെ തന്നെ മെമ്മറി അഡ്രസ് രജിസ്റ്ററിൽ അതിൻ്റെ അഡ്രസ്സ് ഒക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് അത്യാവശ്യം അല്ലാത്ത, ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടാത്ത ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ ബഫർ രജിസ്റ്ററിലാണ്. ഓക്കെ, അടുത്തത് ബസ്സസ്. ഏതൊക്കെ ബസ്സസ് ആണ്? ബസ്സസ് എന്തിനു വേണ്ടിയിട്ട്? ഡേറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ടു അനദർ, കണക്ടിങ് ഓൾ മേജർ ഇന്റേണൽ കോമ്പണൻസ് ഓഫ് ദ CPU, മെമ്മറി by means of buses. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേറ്റ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇന്റേണൽ കോമ്പണൻസ് ആണെങ്കിലും എല്ലാം ഇന്റർകണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, CPU തമ്മിൽ, മെമ്മറി തമ്മിൽ ഒക്കെ എല്ലാം എങ്ങനെയാണ് കണക്ഷൻ ചെയ്തിരിക്കുന്നത്? ബസ്സസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ബസ്സസ് യൂസ് ചെയ്തിട്ടാണ് ഇന്റർ കണക്ഷൻ, അതുപോലെ തന്നെ ഡേറ്റ ട്രാൻസ്മിഷൻ ഒക്കെ നടക്കുന്നത് ത്രൂ ബസ്സസ് ആണ്. ഏതൊക്കെ തരം ബസ്സസ് ആണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിലുള്ളത്? ഡേറ്റ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ മൈക്രോ പ്രോസസർ, മൈക്രോ കൺട്രോളറിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ഡേറ്റ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്. Data bus carries data among the memory unit, the I/O devices and the processor. Memory unit, input output device, അതുപോലെ പ്രോസസ്സറും തമ്മിൽ ഡേറ്റ ക്യാരി ചെയ്യുന്നത് ആരാണ്? ഡേറ്റ ബസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് അഡ്രസ് ബസ്. ഇറ്റ് ക്യാരീസ് ദ അഡ്രസ് ഓഫ് ദ ഡേറ്റ, നോട്ട് ദ ആക്ച്വൽ ഡേറ്റ, ബിറ്റ്വീൻ മെമ്മറി ആൻഡ് പ്രോസസ്സർ. മെമ്മറിയും പ്രോസസ്സറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഡേറ്റ, ആ ഡേറ്റയുടെ അഡ്രസ്സ് ക്യാരി ചെയ്യുന്നതാണ് അഡ്രസ് ബസ്. ഓക്കെ, അടുത്തത് കൺട്രോൾ ബസ്. It carries control commands from the CPU in order to control and coordinate all the activities within the computer. Okay, CPU-ൽ നിന്നുള്ള കൺട്രോൾ കമാൻഡ്സ് ക്യാരി ചെയ്യുന്നത് കൺട്രോൾ ബസ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പ്യൂട്ടറിനകത്തുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യാനും അതുപോലെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ട് CPU-യുടെ ഉള്ളിൽ
കമാൻഡ്സ് കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ ബസ്സാണ്. ഓക്കെ, അടുത്തത് ഹാർവാർഡ് ആർക്കിടെക്ചർ. വോൺ ന്യൂമാൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ സിസ്റ്റം അതാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഇനി ഹാർവാർഡ് ആർക്കിടെക്ചർ. ഹാർവാർഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എന്താ? It is a computer architecture that contains separate storage and separate bus. Very important. Okay, അതായത് സെപ്പറേറ്റ് സ്റ്റോറേജ് സെപ്പറേറ്റ് ബസ്സും ഉള്ള കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആണ് ഹാർവാർഡ് ആർക്കിടെക്ചർ. ഓക്കെ, ഇൻസ്ട്രക്ഷൻസിനും ഡേറ്റാനും ഒക്കെ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് സ്റ്റോറേജ് ആൻഡ് സെപ്പറേറ്റ് ബസ്സസ് ഹാർവാർഡ് ആർക്കിടെക്ചറിൽ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ ബോട്ടിൽ നെക്സ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാർവാർഡ് ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ബസ്സസ് ഫോർ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ. നമ്മൾ പറഞ്ഞു ഓൾറെഡി. സെപ്പറേറ്റ് ബസ്സസ് ഫോർ ഇൻസ്ട്രക്ഷൻ ഓഫ് ഡേറ്റ. ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടും ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ബസ്സാണ്. CPU can access the instructions and read or write the data at the same time. അപ്പോൾ അത് കാരണം കൊണ്ട് CPU-ന് എന്താ ഇൻസ്ട്രക്ഷൻസ് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ റീഡ് ഓർ റൈറ്റ് ഇത് രണ്ടും ഒരേ സമയത്ത് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് ബസ്സസ് ആണെന്നുള്ളത്. ഓക്കെ, സെപ്പറേറ്റ് ബസ്സസ് ആകുമ്പോൾ ഇൻസ്ട്രക്ഷനും ഡേറ്റയ്ക്കും രണ്ടും വേറെ വേറെ ബസ്സാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ബസ്സാണ് ഹാർവാർഡ് ആർക്കിടെക്ചറിൽ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തേതാണ് നമ്മളുടെ ഡേറ്റ ബസ്. ഓക്കെ, ഡേറ്റ ബസ്സാണ് ആദ്യത്തെ ബസ്. ഇറ്റ് ക്യാരീസ് ഡേറ്റ അമംഗ് ദ മെയിൻ മെമ്മറി സിസ്റ്റം, പ്രോസസർ ആൻഡ് IO ഡിവൈസസ്. മെയിൻ മെമ്മറി അതുപോലെ തന്നെ പ്രോസസ്സർ അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഇവരുടെ ഇടയിൽ കറക്റ്റായിട്ട് ഡേറ്റ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് ഡേറ്റ ബസ്സിൻ്റെ യൂസ്. പിന്നെ അടുത്തത് ഡേറ്റ അഡ്രസ് ബസ്സാണ്. ഇറ്റ് ക്യാരീസ് ദ അഡ്രസ് ഓഫ് ദ ഡേറ്റ ഫ്രം പ്രോസസ്സർ ടു മെയിൻ മെമ്മറി സിസ്റ്റം. അതായത് മെയിൻ മെമ്മറി സിസ്റ്റത്തിലേക്ക് പ്രോസസ്സറിൽ നിന്ന് മെയിൻ മെമ്മറി സിസ്റ്റത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡേറ്റ ആ ഡേറ്റയുടെ എല്ലാം അഡ്രസ്സാണ് ഡേറ്റ അഡ്രസ് ബസ് ക്യാരി ചെയ്യുന്നത്. അടുത്തത് ഇൻസ്ട്രക്ഷൻ ബസ്സാണ്. ഇൻസ്ട്രക്ഷൻ ബസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാരീസ് ഇൻസ്ട്രക്ഷൻ അമംഗ് ദ മെയിൻ മെമ്മറി സിസ്റ്റം, പ്രോസസ്സർ ആൻഡ് IO ഡിവൈസസ്. നമ്മൾ നേരത്തെ ഡേറ്റ ബസ്സിൽ പറഞ്ഞതുപോലെ തന്നെ മെയിൻ മെമ്മറി സിസ്റ്റം, പ്രോസസ്സർ, IO ഡിവൈസസ് ഇവർ തമ്മിലുള്ള ഇൻസ്ട്രക്ഷൻസ് ക്യാരി ചെയ്യുക ആണ് ഇൻസ്ട്രക്ഷൻ ബസ് ചെയ്യുന്നത്. പിന്നെ ഇൻസ്ട്രക്ഷൻ അഡ്രസ് ബസ് എന്താണ്? ഇറ്റ് ക്യാരീസ് ദ അഡ്രസ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ഫ്രം ദ പ്രോസസ്സർ ടു ദി മെയിൻ മെമ്മറി സിസ്റ്റം. മെയിൻ മെമ്മറി സിസ്റ്റത്തിലേക്ക് പ്രോസസ്സറിൽ നിന്നും ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ക്യാരി ചെയ്യുന്നതാണ് ഇൻസ്ട്രക്ഷൻ അഡ്രസ് ബസ്. ഓക്കെ, ഇനി ഓപ്പറേഷണൽ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുണ്ട്. There are different types of registers involved in it which are used for storing addresses of different types of instructions. Okay, നമ്മളുടെ പലതരം ഇൻസ്ട്രക്ഷൻസിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ്. അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സാണ് ഓപ്പറേഷണൽ രജിസ്റ്റേഴ്സ്. നമ്മൾ ഓൾറെഡി വോൺ ന്യൂമാനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ഡേറ്റ രജിസ്റ്റർ ഒക്കെ ഓപ്പറേഷണൽ രജിസ്റ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് പ്രോഗ്രാം കൗണ്ടർ എന്താ? അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാനുള്ളതിൻ്റെ ലൊക്കേഷൻ എന്താണോ അതാണ് കാണിക്കുന്നത്. ഓക്കെ, പ്രോഗ്രാം കൗണ്ടർ then passes the next address to the മെമ്മറി അഡ്രസ് രജിസ്റ്റർ MAR-ലേക്ക് അടുത്ത അഡ്രസ്സ് ഏതാണെന്നുള്ളത് പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വോൺ ന്യൂമാനിൽ പറഞ്ഞത് തന്നെയാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ CPU ദാറ്റ് ഓപ്പറേറ്റ്സ് ഓൾ കാൽക്കുലേഷൻസ് നീഡഡ്. ആവശ്യമായിട്ടുള്ള എല്ലാ കാൽക്കുലേഷൻസും എവിടെയാണ് ചെയ്യുന്നത്? ALU-ലാണ്. ഓക്കെ, കൺട്രോൾ യൂണിറ്റ് എന്താണ്? ഈ കൺട്രോൾ സിഗ്നൽസിനെ, പ്രോസസ്സറിന് ആവശ്യമായിട്ടുള്ള സിഗ്നൽസിനെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റത്തിൽ എന്താ? ഇൻപുട്ട് ഡിവൈസസ് എന്തിൻ്റെയാണ് യൂസ്? Input devices are used to read data into main memory with the help of CPU input instruction. Okay, CPU-യുടെ input instructions-ന്റെ help-ഓട് കൂടിയിട്ട് ഡേറ്റ റീഡ് ചെയ്തതിനെ മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുപോകുന്നതാരാണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. Okay, the information from the computer and output is given through the output devices. കമ്പ്യൂട്ടറിൽ നിന്ന് യൂസറിലേക്ക് അല്ലെങ്കിൽ information from the computer as output. കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നത് ഔട്ട്പുട്ട് ഡിവൈസസിൽ കൂടിയിട്ടാണ്. ഓക്കെ, ദ കമ്പ്യൂട്ടർ ഗിവ്സ് ദ റിസൾട്ട് ഓഫ് കമ്പ്യൂട്ടേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് റിസൾട്ട്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ കൊടുക്കുന്നു. ഓക്കെ,
ഇനി എന്തൊക്കെയാണ് ഈ ഹാർവാർഡ് ആർക്കിടെക്ചറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് മെമ്മറി സ്പേസസ്. ഓക്കെ, ഒന്നാമത്തത് സെപ്പറേറ്റ് മെമ്മറി സ്പേസസ് സെപ്പറേറ്റ് ആണ്. അടുത്തത് ഫിക്സഡ് ഇൻസ്ട്രക്ഷൻ ലെങ്ത്, ഇതിൻ്റെ ഫിക്സഡ് ഇൻസ്ട്രക്ഷൻ ലെങ്ത് ആണ്. ഓക്കെ, പിന്നെ പാരലൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ ആക്സസ്. ഓക്കെ, നാലാമത്തത് മോർ എഫിഷ്യൻറ്റ് മെമ്മറി യൂസേജ്. അതുപോലെ അഞ്ചാമത്തത് സ്യൂട്ടബിൾ ഫോർ എംബഡഡ് സിസ്റ്റത്തിന് സ്യൂട്ടബിൾ ആണ്. ഓക്കെ, ലാസ്റ്റ് വൺ ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ഏതൊക്കെയാണ് ഫീച്ചേഴ്സ്? സെപ്പറേറ്റ് മെമ്മറി സ്പേസസ്, അതുപോലെ ഫിക്സഡ് ഇൻസ്ട്രക്ഷൻ ലെങ്ത്, ദെൻ പാരലൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ ആക്സസ്, fourth more efficient memory usage, fifth suitable for embedded system, sixth limited flexibility. ഇനി അടുത്തത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൻ്റെ ഹാർവാർഡ് ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള MCQs ആണ്. ഓക്കെ, question number 1. Which architectural scheme has a provision of two sets for address and data bus between CPU and memory? Options: A. Harvard architecture, B. Von-Neuman architecture, C. Princeton architecture, D. all of the above. Okay, ഏത് ആർക്കിടെക്ചർ സ്കീമിനാണ് രണ്ട് സെറ്റ് ഓഫ് അഡ്രസ്സും ഡേറ്റ ബസ്സും ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ is ഓപ്ഷൻ A, Harvard architecture. Okay, question number 2. Which factors or parameters contribute to an effective utilization or adoption of Harvard architecture by most of the DSPs for streaming data? Options: A. Greater memory bandwidth, B. Predictable nature of bandwidth, C. Both A and B, D. None of the above. ഹാർവാർഡ് ആർക്കിടെക്ചറിൻ്റെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ അഡോപ്ഷന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഗ്രേറ്റർ മെമ്മറി ബാൻഡ്വിഡ്ത്ത് ഹാർവാർഡ് ആർക്കിടെക്ചറിന് കൂടുതലാണ്. അതുപോലെ തന്നെ പ്രഡിക്റ്റബിൾ നേച്ചർ ഓഫ് ബാൻഡ്വിഡ്ത്ത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു നേച്ചർ, അത് രണ്ടും ഹാർവാർഡ് ആർക്കിടെക്ചറിൻ്റെ എഫക്റ്റീവ് യൂട്ടിലൈസേഷന് ബാധിക്കുന്ന പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, സോ ആൻസർ ഇസ് ബോത്ത് A and B. Question number 3. Which kind of multiplexing scheme is adopted by Von-Neuman architecture, especially for program and data fetching purpose? Program അതുപോലെ data fetching purposeന് വേണ്ടിയിട്ട് Von-Neuman architecture അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മൾട്ടിപ്ലെക്സിംഗ് സ്കീം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ്: A. Time division multiplexing, B. Frequency division multiplexing, C. Statistical time division multiplexing, D. Code division multiplexing. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A, time division multiplexing ആണ്. Time division multiplexing. Question number 4. Which architecture is followed by general purpose microprocessors? General purpose microprocessor follow ചെയ്യുന്ന ആർക്കിടെക്ചർ ഏതാണ്? ഓപ്ഷൻസ്: A. Harvard architecture, B. Von-Neuman architecture, C. none of the mentioned, D. all of the mentioned. Answer is option B, Von-Neuman architecture ആണ് general purpose microprocessors follow ചെയ്യുന്ന ആർക്കിടെക്ചർ. Okay. Question number 5. Which architecture involves both the volatile and non-volatile memory? Volatile memory, non-volatile memory involve ചെയ്തിട്ടുള്ള ആർക്കിടെക്ചർ ഏതാണ്? ഓപ്ഷൻ A. Harvard architecture, B. Von-Neuman architecture, C. none of the mentioned, D. all of the mentioned. Answer is option A, Harvard architecture ആണ്. ഓക്കെ, അതായത് വോളറ്റൈലും നോൺ വോളറ്റൈൽ മെമ്മറി രണ്ടും ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. Question number 6. Which architecture provides separate bus for program and data memory? Options: A. Harvard architecture, B. Von-Neuman architecture, C. none of the mentioned, D. all of the mentioned. Answer is option A, Harvard architecture ആണ്. Okay, separate buses for program and data memory. Question number 7. Harvard architecture has dash. Options: A. dedicated bus for data and program memory, B. pipeline technique, C. complex architecture, D. all of the mentioned. ഒരു ഹാർവാർഡ് ആർക്കിടെക്ചറിന് ഇതെല്ലാം ഉണ്ട്. ഡെഡിക്കേറ്റഡ് ബസ് ഫോർ ഡേറ്റ ആൻഡ് പ്രോഗ്രാം മെമ്മറി, ഡാറ്റയ്ക്കും പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, അതായത് ഡേറ്റ ആൻഡ് പ്രോഗ്രാം മെമ്മറി രണ്ടിടത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ബസ് അതിനുണ്ട്. പിന്നെ പൈപ്പ് ലൈൻ ടെക്നിക്ക് ഹാർവാർഡ് ആർക്കിടെക്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. കോംപ്ലക്സ് ആർക്കിടെക്ചർ ആണ്. ഓക്കെ, ഓൾ ഓഫ് ദ മെൻഷൻഡ് ആണ് ആൻസർ വരുന്നത്. Question number 8.
Which of the following supports CISC as well as Harvard architecture? CISCും Harvard architectureും support ചെയ്യുന്നത് ഏതാണ്? Options A. ARM7, B. ARM9, C. Sharp, D. None of the mentioned. Answer is option C. Sharp. Question number 9. Which of the two architecture saves memory? തന്നിട്ടുള്ള ആർക്കിടെക്ചറിൽ ഏതാണ് മെമ്മറി സേവ് ചെയ്യുന്ന ആർക്കിടെക്ചർ എന്നാണ് ക്വസ്റ്റ്യൻ. Options A. Harvard, B. Von-Neuman, C. Harvard or Von-Neuman, D. None of the mentioned. Answer is option B. Von-Neuman. Memory save ചെയ്യുന്ന ആർക്കിടെക്ചർ ആണ് Von-Neuman architecture. Question number 10. When data and code lie in different memory blocks, then the architecture is referred to as. Okay, ഡേറ്റയും കോഡും ഡിഫറെൻറ്റ് മെമ്മറി ബ്ലോക്സിലാണ് കിടക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള ആർക്കിടെക്ചറിനെ വിളിക്കുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻസ് എ. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ, ബി. ഹാർവാർഡ് ആർക്കിടെക്ചർ, സി. ബോത്ത് എ ആൻഡ് ബി, ഡി. നൺ ഓഫ് ദ എബോവ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ ബി. ഹാർവാർഡ് ആർക്കിടെക്ചർ ആണ്. ഓക്കെ, വെൻ ദ ഡേറ്റ ആൻഡ് കോഡ് ലൈ ഇൻ ഡിഫറെൻറ്റ് മെമ്മറി ബ്ലോക്സ് then the architecture is referred to as Harvard architecture. Okay. ഓക്കെ, ഇത്രയാണ് നമ്മുടെ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറും ഹാർവാർഡ് ആർക്കിടെക്ചറും. ഓക്കെ, നോട്ട്സും അതുപോലെ തന്നെ MCQസും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.